പി.ഡി. സതീശൻ ഗവൺമെൻറ്റിൻ്റെ UDF ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വരെ കിട്ടുന്ന വിവരങ്ങൾ വച്ച് കണ്ട് തന്നെ വലിയ വിസ്മയമാണ് ബഡ്ജറ്റിൽ നടന്നിരിക്കുന്നത്. സ്വപ്ന പദ്ധതികൾ, നിരവധി സ്വപ്ന പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഷൻ സമുദ്ര പ്രവർത്തനങ്ങൾക്ക് 400 കോടി രൂപ, തുറമുഖ നഗരമാക്കാനും തീരദേശ വികസനം ലക്ഷ്യമിട്ട് കേരള മാരിടൈം നയത്തിന് രൂപം നൽകും. വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണ കേന്ദ്രം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ വികസനം എന്നിവ ഇതിൻ്റെ ഭാഗമാകുന്നതാണ്. വിഴിഞ്ഞത്ത് വിവിധ വികസന പദ്ധതി നടപ്പാക്കാൻ കേരളത്തിൻ്റെ മുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ കപ്പൽ നിർമ്മാണവും അതുപോലെ കപ്പൽ നിർമ്മാണശാല സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കപ്പൽ നിർമ്മാണശാല വരികയാണ്. 35,000 കോടി രൂപയുടെ ഒരു കപ്പൽ നിർമ്മാണശാല തമിഴ്നാട്ടിൽ വരികയാണ്. പക്ഷേ കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള കപ്പൽ നിർമ്മാണശാല സമ്പൂർണ്ണമായോ ഭാഗികമായിട്ടുള്ള അതിൻ്റെ പാഴ്സൊക്കെ നിർമ്മിക്കാനുള്ള വലിയ സാധ്യതയുള്ള, കാരണം ഈ വിഴിഞ്ഞം തുറമുഖം കൂടെ വന്നപ്പോൾ സ്വാഭാവികമായി അതിന് വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുപോലെ തന്നെ വിമാനത്താവളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനത്തിനായി 200 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 4 വിമാനത്താവളങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി. അപ്പം 400 കോടി രൂപ കപ്പലുമായി ബന്ധപ്പെട്ട, മാരിടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമുദ്ര മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 200 കോടി രൂപ വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രൈബൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുന്നു, MSME പറയുന്നു, മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസസ് പ്രോഗ്രാമുകളെക്കുറിച്ച് പറയുന്നു. അത് 10,000-ഓളം MSEPകൾ പുതിയതായി തുടങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പുതിയ എന്താ പറയുക, വാച്ച് ടവർ, ജോബ് വാച്ച് ടവർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, അതൊരു പുതിയ കൺസെപ്റ്റാണ്. അത്തരത്തിലുള്ള പരിപാടി വരുന്നു. അതുപോലെ തന്നെ സിൽവർ എക്കോണമി, അതൊന്നും കേരളത്തിന് ചിരപരിചിതമായിട്ടുള്ള കാര്യമല്ല. സിൽവർ എക്കോണമി, വയോജനങ്ങൾക്ക് ആവശ്യമുള്ള സിൽവർ എക്കോണമി പദ്ധതി, ഗിവ് കെയർ എന്ന് പറയുന്ന കോഴ്സ്, 6 മാസത്തെ ഗിവ് കെയർ കോഴ്സ് നടത്തി നമ്മുടെ ഈ നഴ്സിംഗ് സംവിധാനം, ഹോം കെയർ സംവിധാനത്തെ മെച്ചപ്പെടുത്തി അതിനെ ഒന്ന് പ്രൊഫഷണലാക്കി മാറ്റാനുള്ള ഗിവ് കെയർ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ ഓരോ പരിപാടികളെക്കുറിച്ചും, അതുപോലെ സയൻസ് പാർക്ക് വരുന്നുണ്ട്, ലൈഫ് പാർക്ക് വരുന്നുണ്ട്, റിസർച്ച് പാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായത്തെ സഹായിക്കുന്നതിനുള്ള സമിതി മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി കൺവീനറുമായിട്ടുള്ള ഈ അഡ്വൈസറി കൗൺസിൽ വരുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്കുള്ള അഡ്വൈസറി കൗൺസിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ മേഖല എടുത്താൽ എല്ലാ മേഖലയ്ക്കും ആവശ്യമായ വ്യത്യസ്തമായ പരിപാടികളാണ് വരുന്നത്. കേരളത്തിന് നികുതി വരുമാനം കുറയുകയും സർക്കാരിൻ്റെ ബാധ്യതകൾ വലിയ ബാധ്യതയിലുണ്ടാവും. കിഫ്ബിയിലടക്കം വലിയ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. കിഫ്ബിയെ സമ്പൂർണ്ണമായി പൊളിച്ചെടുക്കുന്നതിനുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കിഫ്ബി ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാക്കി മാറ്റും. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കുറിപ്പുകളാണ് വന്നിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ചും DA സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി പറയാം. പിന്നെ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ, കോഴിക്കോട് മെട്രോ, കോഴിക്കോട് കൾച്ചറൽ പാർക്ക്, ഇങ്ങനെ ഓരോ സിറ്റികളും, എറണാകുളത്ത് ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി വരുന്നുണ്ട്. അതിന് സലിം കുമാറിൻ്റെ പേരിൽ വരുമോ അതോ മരിച്ചു പോയിട്ടുള്ള മറ്റാരുടെയെങ്കിലും പേരിൽ വരുമോ എന്നറിയില്ല. ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി 100 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്, എറണാകുളത്ത് വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഒരുപാട് വ്യാവസായിക മാറ്റത്തിനും അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുന്നതിനും വരുമാനം ലഭിക്കുന്നതിനുള്ള വൻകിട പദ്ധതികളും അതേസമയം തന്നെ കാരുണ്യവും കരുതലുമുള്ള പദ്ധതികളുമാണ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ രസകരമാണ്. ഇത് കാണാൻ തന്നെ വളരെ നല്ല സന്തോഷമുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. കൊച്ചിയിൽ വരാൻ പോകുന്നത് ഫിലിം സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് വരുന്നു. അതുപോലെ തന്നെ അപ്പോൾ കൊച്ചി സിറ്റിയിൽ വരുന്ന ഫിലിം സിറ്റിക്ക് കൊച്ചിയിൽ വരുമ്പോൾ അതിന് വലിയ ഒരു അംഗീകാരം. നമ്മളിപ്പോൾ സാധാരണയായി ഹൈദരാബാദിൽ പോയിട്ടാണ് റാമോജി ഫിലിം സിറ്റിയിൽ പോയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ സിനിമകളൊക്കെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 100 കോടി രൂപയുടെ ആണ് തുടക്കത്തിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ 100 കോടി കൊണ്ട് തീരത്തില്ല. 10-15,000 കോടി രൂപ ആവശ്യമുള്ളൊരു പ്രോജക്റ്റാണത്. എന്തായാലും വരും. കൾച്ചറൽ പാർക്ക് കോഴിക്കോട് സ്ഥാപിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ജില്ലയ്ക്കും ഓരോ പ്രദേശത്തിനും ആവശ്യമായ വളരെ കൃത്യമായിട്ടുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പുതിയ കേരളത്തെക്കുറിച്ചുള്ള
ലക്ഷ്യമാണ് ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റ്. നമുക്കിനി സമ്പൂർണ്ണമായി ഇതെന്താണ് വരിക എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ അറിയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ജലഗതാഗതം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ വരുന്നു. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷത്തിൻ്റെത് പ്രഖ്യാപിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ മിക്കവാറും എല്ലാ കാര്യവും പ്രഖ്യാപിച്ചു. അതായത് ബസ്സിൽ സൗജന്യമാക്കും, വയോജന വകുപ്പ്, ആരോഗ്യ ഇൻഷുറൻസ്, ഇപ്പോൾ എല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ വലിയ വിഷയമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായും ഗൗരവതരമായ ഒരു ബഡ്ജറ്റ്, കേരളത്തിൻ്റെ കാരുണ്യവും കരുതലും അതുപോലെ ഈ പറയുന്ന പ്രൊഫഷണലിസവും കൊണ്ടുവരുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും കേരളത്തിൻ്റെ ഓരോ മേഖലയെയും എടുത്തുകൊണ്ടുള്ള പുതിയ വിസ്മയ ബഡ്ജറ്റാണ് കേരളത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, സൂക്ഷ്മതലത്തിലുള്ള വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പുറത്ത് നമ്മുടെ പ്രേക്ഷകരെയും അറിയിക്കാവുന്നതാണ്.